എന്തായാലും മതം, വിശ്വാസം ഇതൊക്കെ പറഞ്ഞ് തന്നെയാണ് നമ്മുടെ നാട്ടിൽ പ്രചാരണങ്ങൾ നടക്കുന്നതിൽ വലിയ തർക്കമൊന്നുമില്ല. പുറമേക്കില്ല എന്ന് പറയെങ്കിലും ഇതൊക്കെ അടിത്തട്ടിൽ നടക്കുന്നുണ്ട്. പുറമേക്കും ചേർന്ന് നടക്കുന്നുണ്ട്. കാസർകോട്ടെ ഇടതു സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂരിനെതിരായ വനിതാ ലീഗ് നേതാവിന്റെ വിദ്വേഷ പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയാണ് പരാതി. ഷാനവാസ് പാദൂർ കപട വിശ്വാസിയാണ് എന്നാണ് വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി കൂടിയായ ഐഷത്ത് ഫർസാനയുടെ പരാമർശം. അറിയുവാൻ വേണ്ടിയിട്ട് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഷാനവാസ് പാദൂർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ. രാവിലെ ഒരു കൊടി പിടിച്ച്, ഉച്ചക്ക് മറ്റൊരു കൊടി പിടിച്ച്, വൈകുന്നേരം മറ്റൊരു കൊടി പിടിച്ച് മുനാഫിക്കിന്റെ പണിയെടുത്തുകൊണ്ട് നമ്മളോട് വോട്ടഭ്യർത്ഥിക്കാൻ വരികയാണെങ്കിൽ നിങ്ങളുടെയും ഞങ്ങളുടെയും മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള പിണറായി വിജയൻ എന്ന സഖാവുണ്ടല്ലോ, ആ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമുക്കും പറയാനുണ്ട്, കടൽപ്പുറത്ത് ഈ കാസർഗോഡിന്റെ മണ്ണ്. ഇപ്പോൾ ഈ കേട്ടത് മാത്രമല്ല ഐഷത്ത് ഫർസാന എന്ന ഈ ലീഗ് വനിതാ ലീഗ് നേതാവ് പറഞ്ഞിരിക്കുന്നത്. അതിലും കൂടിയ നിലയിൽ മതാടിസ്ഥാനത്തിൽ വോട്ടുറപ്പിക്കാനുള്ള പ്രചാരണം തന്നെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൂടി ഒന്ന് കേൾക്കാം. നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തിൽ മുറുകെ പിടിക്കുക, വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. നമ്മുടെ ഇടയിൽ ഈകെക്കാരുണ്ടാവും, എപിക്കാരുണ്ടാവും, മുജാഹിദ് ഉണ്ടാവും. സമസ്തയിൽ തന്നെ പല വിഭാഗത്തിലുള്ള ആളുകളെ സ്വീകരിക്കുന്നവരുണ്ടാവും. നേതാക്കന്മാർ ചിലപ്പോ വ്യത്യസ്തരായിരിക്കും. പക്ഷേ ഒരു തരത്തിലും ഒരവസ്ഥയിലും നമ്മൾ ഭിന്നിച്ചു പോകരുത്. നമ്മൾ ഒന്നിച്ചു നിൽക്കാനുള്ളവരാണ്. നമ്മളെങ്ങാനും ഭിന്നിച്ചു പോയാൽ പരാജയമായിരിക്കും ഫലം എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ എങ്ങനെയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടക്കുന്നത്, എങ്ങനെയൊക്കെയാണ് വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ്. അത് എല്ലാ മുന്നണികളിലും എല്ലാ പാർട്ടികളിലും പല പല തലങ്ങളിൽ മതവും ജാതിയും വിശ്വാസവും ഒക്കെ പറഞ്ഞുള്ള വോട്ടുറപ്പിക്കൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പലരും ഇത് പുറമേക്ക് ഇല്ല എന്ന് തള്ളിക്കളയുന്നുവെങ്കിലും കാണുന്ന നാട്ടുകാർക്കും രാഷ്ട്രീയക്കാർക്കും എല്ലാം ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിയുന്നതാണ്. പക്ഷേ പലതും നമുക്ക് പറയാൻ കഴിയില്ല. ഇനിയും ഇതിലും വലിയ ആരോപണങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ഫർസാനയുടെയൊക്കെ പ്രതികരണങ്ങളോട് LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂരിൻ്റെ പ്രതികരണം. പിന്നെ എൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഈ ബി ജെ പി ജയിക്കാൻ സാധ്യത, BJP ജയിപ്പിക്കാൻ വന്നവൻ, BJPയുമായി ഡീൽ, ഇതൊക്കെ BJP ഏജന്റ്, ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവര് സാധാരണ 2 ദിവസം മുമ്പ് ഈ കാർഡ് ഇറക്കുമ്പോൾ അതിൻ്റെ നല്ലൊരു ചൂടുണ്ടാവും. അതിൻ്റെ ഇപ്പോൾ അത് കുറേ നേരത്തെ ആയിപ്പോയതുകൊണ്ട് അതിൻ്റെ ചൂട് അത് വലിയ രീതിയിൽ ഇപ്പോൾ മണ്ഡലത്തിനകത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു പറയുന്നത് അവർക്കൊരു തത്രപ്പാടുണ്ട്. അവർ ഈ മുനാഫിക്കിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ പറഞ്ഞതെന്ന് കൂടി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയും 3-4 ദിവസമുണ്ട്. അപ്പോൾ ഇതിനേക്കാളും കട്ടി കൂടിയത് നമ്മൾ പ്രതീക്ഷിക്കണം. അതൊരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമായതുകൊണ്ട് മാത്രം അത് ഇലക്ഷൻ കമ്മീഷൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്.